ഞങ്ങൾ പണ്ഡിതന്മാര് പറയുന്നു, മരണചിന്ത മനസ്സിൽ നിന്ന് പോയാൽ 3 അപകടങ്ങളും പണ്ഡിത ലോകം വിശദീകരിക്കുന്നു. ഒന്നാമതായി എന്താണ് 3 ഗുണങ്ങൾ? മന്നക്സറ മിൻ ദിക്രിൽ മൗതി, ആരെങ്കിലും മരണത്തെ സംബന്ധിച്ചുള്ള ചിന്ത അധികരിപ്പിച്ചു കഴിഞ്ഞാൽ ഉക്രിമ ബിസലാസതി അശിയാ, 3 കാര്യങ്ങൾ കൊണ്ടവൻ അനുഗ്രഹിക്കപ്പെടും. 3 ഗുണങ്ങൾ അവന് കിട്ടും മരണചിന്ത എപ്പോഴും ഉണ്ടെങ്കിൽ. ഒന്നാമത്തെ ഗുണം തന്നെ തഅ്ജീലു തൗബ, തൗബ പെട്ടെന്നവൻ നിർവഹിക്കും. തൗബക്കവൻ പിന്നെ സമയം കാത്തു നിൽക്കില്ല. അല്ലാ, ഞാൻ ഇന്ന് മരിക്കുകയാണെങ്കിൽ ആർക്കാണത് തീരുമാനിക്കാൻ കഴിയുക? എനിക്കോ നിങ്ങൾക്കോ എന്ത് ഗ്യാരണ്ടിയാണുള്ളത്? എവിടെ വെച്ചാ മരിക്കുക എന്നറിയുമോ? ഓരോ ദിവസവും കുളിക്കുമ്പോ നമ്മൾ ചിന്തിക്കുന്നില്ലേ? അല്ലെങ്കിൽ ചിന്തിക്കേണ്ടതല്ലേ? എന്റെ ശരീരം ഇന്ന് സോപ്പ് തേച്ച് വൃത്തിയായി ഞാൻ ഇന്ന് കുളിച്ചല്ലോ, അത് തോർത്തുമുണ്ടുകൊണ്ട് ഞാൻ നന്നായി തുവർത്തി ശരിപ്പെടുത്തിയല്ലോ. ചിന്തിക്കണ്ടേ നമ്മൾ ഓരോ ദിവസവും? അല്ലാ, ഇനി എന്റെ ശരീരത്തെ ഞാൻ കഴുകുമോ? ഞാൻ കുളിപ്പിക്കുമോ? അതോ മയ്യത്ത് കുളിപ്പിക്കുന്നവരാണോ അഴുക്ക് കളഞ്ഞ് തോർത്തുമുണ്ടുകൊണ്ട് തോർത്തുന്നത്? അതും കഴിഞ്ഞ് വസ്ത്രം ധരിക്കുമ്പോ ഓർക്കണ്ടേ നമ്മൾ, ഇതാ ഇന്ന് ഞാൻ എന്റെ ശരീരത്തിൽ വസ്ത്രം ധരിച്ചു. ഈ ധരിച്ചിട്ടുള്ള വസ്ത്രം ഒരു നാൾ എനിക്കൂരാൻ കഴിയാത്ത ഒരു ദിവസം വരാനുണ്ട്. എത്രയോ ആളുകൾ അവർ ചിന്തിച്ചോ, അവർ വസ്ത്രം ധരിക്കുമ്പോ ഇത് ഞാൻ തന്നെ ഊരും എന്നാരാ ഉറപ്പിച്ചത്? അതിന്റെ ഇടയ്ക്ക് എത്രയോ പേര് മരണപ്പെട്ടു. അവരെ ശരീരത്തിൽ നിന്ന് വസ്ത്രം ഊരി മാറ്റിയത് മയ്യത്ത് കുളിപ്പിക്കുന്നവരും സംസ്കരണ ചടങ്ങിൽ പങ്കെടുക്കുന്നവരുമല്ലേ. ഈ ചിന്ത നമ്മുടെ മനസ്സിൽ വരുന്നുണ്ടോ? ഇത് വരാതിരിക്കാനല്ലേ ഇബ്ലീസ് നോക്കുന്നത്? കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എല്ലാ ആത്മാവും മരണത്തെ രുചി നോക്കുക തന്നെ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് കൃത്യമായ പ്രതിഫലം നൽകപ്പെടുന്നത് പരലോകത്ത് മാത്രമാണ്. അവിടെ നിങ്ങൾ നരകാഗ്നിയിൽ നിന്ന് ആര് രക്ഷിക്കപ്പെടുന്നുവോ, സ്വർഗത്തിലാര് പ്രവേശിക്കപ്പെടുന്നുവോ, അവനാണ് ശരിക്കും വിജയിച്ചിട്ടുള്ളവൻ. അതേ അവസരത്തിൽ ദുന്യാവിനൊരു പ്രത്യേകതയുണ്ട്. ദുന്യാവ് മനുഷ്യനെ കൊണ്ട് ഇതെല്ലാം മറപ്പിക്കുന്നു. അതുകൊണ്ട് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നു, വമൽ ഹയാത്തുദ് ദുന്യാ, ജനങ്ങളല്ലേ, ജനങ്ങളോട് കൃത്യമായി ഓർക്കാൻ പറയുകയാണ്. ഐഹികമായ ജീവിതം എന്ന് പറയുന്നത് ഇല്ലാ മതാഉൽ ഗുറൂർ, വഞ്ചനയുടെ വിഭവമല്ലാതെ മറ്റൊന്നുമല്ല. മനുഷ്യനെ ചതിക്കുന്ന വിഭവമാണ്, മനുഷ്യനെ ഏറ്റവും കൂടുതൽ മോഹിപ്പിക്കുന്നതാണ്. എല്ലാവരും ദുന്യാവിന്റെ ഭ്രമത്തിലാണ്. അവൻ ജീവിതത്തിന്റെ കൊഴുപ്പ് കൂട്ടുന്ന തിരക്കിലാണ്. ഈ തിരക്കുകൾക്കിടയിൽ എപ്പോഴാണ് ജീവൻ പിടിക്കപ്പെടുന്നത്? അതുകൊണ്ട് ജീവിതത്തെ ഞാനൊന്ന് നന്നാക്കണമല്ലോ, എപ്പോൾ മരിക്കുമെന്ന് എനിക്കറിയില്ലല്ലോ. അതുകൊണ്ട് മരണചിന്ത ഒരാളുടെ മനസ്സിൽ ഉണ്ടാകുമ്പോ ഉണ്ടാകുന്ന ഒന്നാമത്തെ നേട്ടമാണ് തഅ്ജീലു തൗബ. അവൻ ഉടനെ തൗബ ചെയ്ത് മടങ്ങാൻ തയ്യാറാകും. തൗബ ചെയ്ത് മടങ്ങാൻ തയ്യാറാകും. എപ്പോഴും മരിക്കാലോ, എപ്പോഴും സംഭവിക്കാലോ. എന്താ സംഭവിക്കുക? മുടി ചീകുന്ന മനുഷ്യൻ ചീർപ്പ് കയ്യെന്ന് താഴെ വെച്ചിലാണ്. ചീകിക്കൊണ്ടിരിക്കെ പറകോട്ട് മറിഞ്ഞു. എന്താണ് നമ്മെ ഇതൊക്കെ ചിന്തിപ്പിക്കേണ്ടത്? എന്താണ് നമ്മെ ഓർമ്മിപ്പിക്കേണ്ടത്? എന്നിട്ടും നമ്മുടെ മനസ്സിൽ എന്താണ് ചിന്ത? നമ്മുടെ മനസ്സിൽ ചിലരൊക്കെ അവാർഡ് വാങ്ങി, ഓസ്കാർ അവാർഡാണ്, മാപ്പിളയുടെ മനസ്സിൽ കിടന്ന് തിളയാണ്. അവൻ ആവേശം കൊള്ളുകയാണ്. മുസ്ലിം ഉമ്മത്തിന് കിട്ടിയ ഏറ്റവും വലിയ സൗഭാഗ്യം, മുസ്ലിം സമൂഹത്തിന് ഏറ്റവും ഉത്തുംഗതയിൽ എത്തിപ്പെട്ടിരിക്കുന്നു അല്ലേ? അത് സംബന്ധമായ ചർച്ചക്കാണ് മുസ്ലിം നേരം കളയുന്നത്. ചിന്തിച്ചോ സഹോദരാ, അള്ളാന്റെ കോടതിയിൽ വല്ല വിലയുമുള്ള കാര്യമാണോ ഇത്? അള്ളാഹ്ക്ക് ഏറ്റവും വെറുപ്പുള്ള സംഗതിക്കല്ലേ? അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ള കാര്യത്തിനല്ലേ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും നിഷിദ്ധമായി പറഞ്ഞിട്ടുള്ള സംഗതികൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ട് അതൊരു മാപ്പിള പേരുള്ളവന് അവാർഡ് കിട്ടിയെങ്കിൽ മുസ്ലിമേ, കരയാനല്ലാതെ സന്തോഷിക്കാൻ നിനക്ക് എന്തവകാശമാണുള്ളത്? എന്നിട്ട് റസൂലിന്റെ മദ്ഹും പറയണത്. ഇത് ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മദ്ഹല്ല പറഞ്ഞത്. പത്രങ്ങളൊക്കെ മദ്ഹ് എഴുതി. ഒരു റസൂലിന്റെയും റഹ്മാനിന്റെയും മദ്ഹ്. ഓ മുസ്ലിമേ, ഈ ദുനിയാവെന്ന് പറയുന്നത് കളിയും തമാശയും ചിരിയും വിനോദവുമായി നടന്നിട്ട് യഥാർത്ഥമായ നിന്റെ ലക്ഷ്യത്തിൽ നിന്ന് നിന്നെ തെറ്റിച്ചു കളയുന്ന,
ഏറ്റവും വഞ്ചനയുടെ വിഭവമാണ്. വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. വഞ്ചനയുടെ ചരക്കല്ലാതെ മറ്റൊന്നുമല്ല ഈ ദുനിയാവ്. പെട്ടെന്ന് മരിക്കുന്ന ചിന്തയുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തെ നീ തിരിച്ചുവിടേണ്ടത് എപ്പോഴും മരിക്കാമല്ലോ. അതുകൊണ്ട് അതിനു വേണ്ടി ഒരുങ്ങണ്ടേ. ആ ഒരുക്കത്തിൽ ഏറ്റവും പ്രധാനമാണ് തഅ്ജീലു തൗബ. തൗബ നീ പെട്ടെന്ന് ചെയ്തു കൊള്ളണം. മരണചിന്തയുള്ളവർക്കുണ്ടാകുന്ന ഒന്നാമത്തെ ഗുണം പെട്ടെന്ന് തൗബ ചെയ്യും, കാത്തു നിൽക്കൂല. കാരണം റൂഹ് തൊണ്ടക്കുഴിയിലെത്തിയിട്ട് അതാ അല്ലാഹ് എനിക്കൊരു സമയം തരൂ, ലഅല്ലി അഅ്മലു സ്വാലിഹാ ഫീമാ തറക്തു, ഞാൻ ചെയ്യാതെ വിട്ടുപോയ കുറെ നല്ല കാര്യങ്ങളുണ്ട്, അല്ലാഹ് എനിക്ക് സമയം തരണേ എന്ന് വിലപിക്കുന്ന നേരത്ത് അല്ലാഹുവിന്റെ മറുപടി എന്താണ്? കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബഅസൂൻ. അതാ ആ വാക്കൊരു വെറും വാക്കല്ലേ, അത് കേവലം ഒരു വാക്ക് മാത്രമല്ലാതെ മറ്റെന്താണ്? ഇനി അവർക്കൊരു മടക്കമില്ലല്ലോ, ഖബറിലേക്കല്ലേ പോക്കുള്ളത്. ഖുർആനാണ് നമ്മളോട് പറയുന്നത്, വിശുദ്ധ ഖുർആനാണ് നമ്മോട് സംസാരിക്കുന്നത്. അപ്പൊ തൗബ അധികരിപ്പിക്കുവാൻ, തൗബ പെട്ടെന്ന് ചെയ്യുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണമാണ് മരണചിന്ത കൊണ്ടുണ്ടാകുന്നത്. രണ്ടാമത്തെ ഗുണം എന്താണ്? വഖനാഅത്തുൽ ഖൽബി, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാൻ മനസ്സിനൊരു സമാധാനം തോന്നുന്ന ഒരവസ്ഥ വരും. ജീവിതത്തിൽ എപ്പോഴും മനുഷ്യനാർത്തിയിലാണ്, സമാധാനമില്ലായ്മയിലാണ്, അസ്വസ്ഥതയിലാണ്. ഒക്കെ എന്താണ്? ജീവിതത്തിലെ വിഭവങ്ങളെ പറ്റിയുള്ള ആലോചന കൊണ്ട്, അവന്റെ പ്രശ്നങ്ങൾ കൊണ്ട്. ആ പ്രശ്നങ്ങളൊക്കെ അവന് നിസ്സാരമായി തോന്നും. അല്ലാഹുവേ, നീ എനിക്ക് നൽകിയത് തന്നെയും എത്രയോ അധികമാണ്, എനിക്ക് നീ നൽകിയതിന് പോലും നിന്നോട് ശുക്ർ ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ആ കിട്ടിയതിലുള്ള ഒരു സംതൃപ്തി അവന്റെ മനസ്സിലുണ്ടാകും. മൂന്നാമത്തെ ഗുണം പണ്ഡിതന്മാര് പറയുന്നു, വനശാത്തുൽ ഇബാദത്തി, ഇബാദത്ത് ചെയ്യാൻ അതിയായ ഉത്സാഹമുണ്ടാകും. മരണചിന്ത എപ്പോഴും മനസ്സിലുണ്ടെങ്കിൽ, ഇതാ ഇന്ന് ഞാൻ മരിച്ചാൽ, അങ്ങനെ ഓരോ അവസരത്തിലും ഇതൊരു പക്ഷേ എന്റെ അവസാനത്തെ ജുമഅയായിരിക്കാം, ഇതൊരു പക്ഷേ എന്റെ അവസാനത്തെ നിസ്കാരമായിരിക്കാം. ഓരോ ഇബാദത്ത് ചെയ്യുമ്പോഴും മനുഷ്യൻ ചിന്തിക്കേണ്ടതാണ്, ഇതൊരു പക്ഷേ ഈ ലോകത്ത് വെച്ച് ഞാൻ നിർവഹിക്കുന്ന എന്റെ അവസാന കർമ്മമായേക്കും. ആ നിലക്ക് ഓരോ ഇബാദത്തുകളും നിർവഹിച്ചു കൊണ്ടിരിക്കുമ്പോ അതിലൊരു പ്രത്യേകമായ മനസ്സിന്റെ ഏകാഗ്രത കിട്ടാനും ആ ചെയ്യുന്ന ഇബാദത്തിൽ ഒരു വലിയ ശ്രദ്ധയുണ്ടാക്കുവാനുമൊക്കെ മരണചിന്ത മനുഷ്യനെ ഏറ്റവും അധികം പ്രേരിപ്പിക്കുന്നു. ഇങ്ങനെ 3 ഗുണങ്ങൾ. അതേ അവസരത്തിൽ മരണചിന്ത മനസ്സിൽ നിന്ന് പോയാൽ അതില്ലാത്തവന് 3 അപകടങ്ങൾ ഇതിന്റെ നേരെ ഓപ്പോസിറ്റായി പണ്ഡിതന്മാർ പറയുന്നു. തസ്വീഫു തൗബ, അവൻ തൗബ നീട്ടിവെക്കും, തൗബ ചെയ്യില്ല. എനിക്ക് ഇത്രയല്ലേ പ്രായമായുള്ളൂ, ഇനിയും കുറെ കാലം ഞാൻ ജീവിക്കുമെന്നാണ് ഓരോ